വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നത് ഒരു പൂർണ്ണമായ ഗൈഡ്. വീട്ടിൽ ഒരു നായ്ക്കുട്ടിയെ സ്വീകരിക്കുന്നത് വളരെ സന്തോഷകരമായ അനുഭവമാണ്. എന്നാൽ ഒരു നായയെ വളർത്തുന്നത് ഒരു വലിയ ഉത്തരവാദിത്തം കൂടിയാണ്. നായ്ക്കളെ വളർത്തുന്നതിനു മുൻപ് അവയെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതുതരം നായ്ക്കളെ വളർത്താം? വീട്ടിൽ വളർത്താൻ പറ്റുന്ന നിരവധി നായ്ക്കളുണ്ട്. നിങ്ങളുടെ ജീവനശൈലി, വീടിന്റെ വലുപ്പം, കുടുംബാംഗങ്ങളുടെ എണ്ണം എന്നിവയെല്ലാം കണക്കിലെടുത്ത് നിങ്ങൾക്ക് അനുയോജ്യമായ നായ്ക്കളെ തെരഞ്ഞെടുക്കാം. ചെറിയ നായ്ക്കൾ, പഗ്, പൊമറേനിയൻ, ചിഹുവാഹുവ എന്നിവ ചെറിയ വീടുകളിൽ വളർത്താൻ അനുയോജ്യമാണ്. ഇടത്തരം നായ്ക്കൾ, ബീഗിൾ, ബോക്സർ, ബുൾഡോഗ് എന്നിവ സജീവമായ കുടുംബങ്ങൾക്ക് അനുയോജ്യമാണ്. വലിയ നായ്ക്കൾ, ഗോൾഡൻ റിട്രീവർ, ലാബ്രഡോർ റിട്രീവർ, ജർമ്മൻ ഷെപ്പേർഡ് എന്നിവ വലിയ ഇടങ്ങളുള്ള വീടുകളിൽ വളർത്താൻ അനുയോജ്യമാണ്. വാക്സിനേഷൻ പരിപാടി. നായ്ക്കളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വാക്സിനേഷൻ അത്യാവശ്യമാണ്. വെറ്ററിനേറിയൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യണം. പേവിഷം, കരൾവീക്കം, പാരോവൈറസ് എന്നിവയ്ക്കെതിരായ വാക്സിനുകൾ പ്രധാനമാണ്. നായ്ക്കളെ പരിശീലിപ്പിക്കൽ. നായ്ക്കളെ പരിശീലിപ്പിക്കുന്നത് അവയുമായുള്ള ബന്ധം ശക്തമാക്കാനും അനുസരണയുള്ളതാക്കാനും സഹായിക്കുന്നു. അടിസ്ഥാന കമാൻഡുകൾ പോലെ ഉണ്ടാകട്ടെ, സങ്കീർണമായ തന്ത്രങ്ങൾ പോലെ ഉണ്ടാകട്ടെ, ക്ഷമയും സ്ഥിരതയുമുള്ള പരിശീലനം വളരെ പ്രധാനമാണ്. പോസിറ്റീവ് പരിശീലനം. പുരസ്കാരങ്ങൾ നൽകി നായ്ക്കളെ പരിശീലിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. ക്ഷമ. നായ്ക്കൾ പെട്ടെന്ന് എല്ലാം പഠിക്കില്ല. ക്ഷമയോടെ കാത്തിരിക്കുക. സ്ഥിരത. എല്ലാവരും ഒരേ കമാൻഡുകൾ ഉപയോഗിക്കുന്നത് ഉറപ്പാക്കുക. നായ്ക്കളെ പരിപാലിക്കുന്നത്. ഭക്ഷണം. നായ്ക്കളുടെ പ്രായം, വലുപ്പം, പ്രവർത്തനം എന്നിവയെ അനുസരിച്ച് ഭക്ഷണം നൽകണം. വെള്ളം. എപ്പോഴും ശുദ്ധജലം ലഭ്യമാക്കണം. വ്യായാമം. നായ്ക്കളെ ദിവസവും നടത്താൻ കൊണ്ടുപോകണം. ശുചിത്വം. നായ്ക്കളെ ആവശ്യാനുസരണം കുളിപ്പിക്കുകയും രോമം വൃത്തിയാക്കുകയും ചെയ്യണം. വെറ്ററിനേറിയൻ പരിശോധന. 6 മാസത്തിലൊരിക്കൽ വെറ്ററിനേറിയൻ ഡോക്ടറെ കാണിക്കണം. നായ്ക്കളെ വളർത്തുന്നതിന്റെ ഗുണങ്ങൾ. മാനസികാരോഗ്യം. നായ്ക്കളുമായുള്ള ഇടപഴകൽ സമ്മർദ്ദം കുറയ്ക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ശാരീരികാരോഗ്യം. നായ്ക്കളുമായി നടക്കുന്നത് ശാരീരികാരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. സാമൂഹിക ബന്ധം. നായ്ക്കളെ വളർത്തുന്നത് മറ്റ് നായ്ക്കൾ വളർത്തുന്നവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ സഹായിക്കുന്നു. നായ്ക്കളെ വളർത്തുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. എന്നാൽ അത് വളരെ സന്തോഷകരമായ ഒരു അനുഭവം കൂടിയാണ്. ഒരു നായ്ക്കുട്ടിയെ സ്വീകരിക്കുന്നതിനു മുൻപ് നന്നായി ആലോചിക്കുകയും ഒരു വെറ്ററിനേറിയൻ ഡോക്ടറുടെ സഹായം തേടുകയും ചെയ്യും. എല്ലാ നായവർഗ്ഗങ്ങളെയും എല്ലാ വീടുകളിലും വളർത്താൻ കഴിയണമെന്നില്ല. ഒരു നായയെ വളർത്തുന്നത് വീടിന്റെ വലിപ്പം, ജീവനശൈലി, കുടുംബാംഗങ്ങളുടെ എണ്ണം, നായയുടെ സ്വഭാവം തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. വീടുകളിൽ വളർത്താൻ സാധ്യത കുറവുള്ള നായവർഗ്ഗങ്ങളുടെ ചില ഉദാഹരണങ്ങൾ. വലിയ വേട്ടനായ്ക്കൾ. ഹസ്കി, സിബേരിയൻ ഹസ്കി, അലാസ്കൻ മലമുട്ട് തുടങ്ങിയ വലിയ വേട്ടനായ്ക്കൾക്ക് വളരെയധികം വ്യായാമം ആവശ്യമാണ്. ചെറിയ വീടുകളിലോ അപ്പാർട്ട്മെന്റുകളിലോ ഇവയെ വളർത്തുന്നത് പ്രായോഗികമായിരിക്കില്ല. കാവൽ നായ്ക്കൾ. റോട്ട്വൈലർ, ഡോബർമാൻ, ജർമ്മൻ ഷെപ്പേർഡ് തുടങ്ങിയ കാവൽ നായ്ക്കൾക്ക് വളരെയധികം സ്ഥലവും പരിശീലനവും ആവശ്യമാണ്. അനുഭവമില്ലാത്തവർക്ക് ഇവയെ കൈകാര്യം ചെയ്യാൻ പ്രയാസമായിരിക്കും. അപൂർവമായ നായവർഗ്ഗങ്ങൾ. ചില അപൂർവമായ നായവർഗ്ഗങ്ങൾക്ക് പ്രത്യേക പരിചരണം ആവശ്യമാണ്. ഇവയെ വളർത്തുന്നതിനു മുൻപ് നന്നായി ഗവേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. വീടുകളിൽ വളർത്താൻ അനുയോജ്യമായ നായവർഗ്ഗങ്ങൾ. ചെറിയ നായ്ക്കൾ. പഗ്, പൊമറേനിയൻ, ചിഹുവാഹുവ തുടങ്ങിയ ചെറിയ നായ്ക്കൾ ചെറിയ വീടുകളിൽ വളർത്താൻ അനുയോജ്യമാണ്. ഇടത്തരം നായ്ക്കൾ. ബീഗിൾ, ബോക്സർ, ബുൾഡോഗ് തുടങ്ങിയ ഇടത്തരം നായ്ക്കൾ സജീവമായ കുടുംബങ്ങൾക്ക് അനുയോജ്യമാണ്. കൂട്ടുകാരിയായ നായ്ക്കൾ. ഗോൾഡൻ റിട്രീവർ, ലാബ്രഡോർ റിട്രീവർ, കോക്കർ സ്പാനിയൽ തുടങ്ങിയ നായ്ക്കൾ കുട്ടികളുമായി ഇടപഴകാൻ ഇഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് അനുയോജ്യമാണ്. ഒരു നായയെ വളർത്തുന്നതിനു മുൻപ് നിങ്ങൾ കണക്കിലെടുക്കേണ്ട ചില കാര്യങ്ങൾ. വീടിന്റെ വലുപ്പം. നിങ്ങളുടെ വീടിന് എത്ര വലിയ നായയെ വളർത്താൻ കഴിയും? ജീവനശൈലി. നിങ്ങൾക്ക് നായയ്ക്ക് ആവശ്യമായ വ്യായാമം നൽകാൻ സമയമുണ്ടോ? കുടുംബാംഗങ്ങൾ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നായയോട് അലർജിയുണ്ടോ? നായയുടെ സ്വഭാവം. നിങ്ങൾക്ക് ഏതുതരം സ്വഭാവമുള്ള നായയെ വേണം? പരിശീലനം. നിങ്ങൾക്ക് നായയെ പരിശീലിപ്പിക്കാൻ സമയവും ക്ഷമയുമുണ്ടോ? ഒരു നായയെ വളർത്തുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഒരു നായയെ സ്വീകരിക്കുന്നതിനു മുൻപ് നന്നായി ആലോചിക്കുകയും ഒരു വെറ്ററിനേറിയൻ ഡോക്ടറുടെ സഹായം തേടുകയും ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെയുള്ള നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.